മൂത്ത മകൻ പാപ്പച്ചൻ, രണ്ടാമത്തെ മകൻ വർഗീസുട്ടി, മൂന്നാമത്തെ മകൻ ജോസുട്ടി, പിന്നെ നാലാമൻ. അവൻ ദൈവവിളി കേട്ട് പോയി. അവന്റെ പേര് തോമാസുട്ടി. സമയാസമയങ്ങളിൽ 3 പേരുടെ വിവാഹവും കഴിഞ്ഞു. തോമാസ് കുട്ടി വൈദികനുമായി. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോ, മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി ജീവിക്കുമ്പോ, ഒരു ദിവസം അത് സംഭവിച്ചു. എല്ലാവർക്കും മാതാപിതാക്കളുടെ സ്വത്ത് വേണം. എന്നാൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമോ സ്നേഹമോ കൊടുക്കുവാൻ ആരുമില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയോ നിങ്ങൾ? അപ്പച്ചനോ അമ്മച്ചിയോ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചോ നിങ്ങൾ? മക്കളാണ് പോലും മക്കൾ. നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നുകൊണ്ട് ഒരു തീരുമാനവും ആകില്ല. തോമസ് കുട്ടി, നീ എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങളും അതിന് തന്നെയാ ഞങ്ങളും അതിന് തന്നെയല്ലേ വന്നത്. നിങ്ങൾ 3 പേരും 10 ദിവസം വീതം അപ്പച്ചനെയും അമ്മച്ചിയെയും നോക്കിയാൽ പ്രശ്നം തീർന്നില്ലേ? വാ അപ്പച്ച, നമുക്ക് വീട്ടിലേക്ക് പോകാം. മോനെ പാപ്പച്ച, എന്റെ കണ്ണടയുടെ 2 ചില്ലും പൊട്ടിയതാ. ഒന്ന് മാറ്റിത്താടാ. എന്തെങ്കിലും ഒന്ന് വായിക്കാൻ വേണ്ടിയാ മോനെ. പിന്നെ വായിച്ചു പഠിച്ച് പരീക്ഷ എഴുതാൻ പോലെ അവിടെ എങ്ങനെ പോയിരിക്കും. ഒരു വായനക്കാരൻ വന്നിരിക്കുന്നു. എന്താ എന്താ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കണേ? എന്ത് പറ്റി മനുഷ്യ? ഒന്നുമില്ല. അല്ല, ഈ മുതുക്കനും മുതുക്കിയും ഇവിടെ ഇരിക്കുകയാണോ? അടുക്കളയിലേക്ക് വാ. അവിടെ 100 കൂട്ടം പണിയുണ്ട് എനിക്ക്. സീരിയൽ കാണണം. ഇങ്ങോട്ട് വാങ്ങ. എന്തോ സ്നേഹിച്ചും ലാളിച്ചും നമ്മൾ വളർത്തിയ നമ്മുടെ പൊന്നോമനകൾ ആവതില്ലാത്ത കാലം വന്നപ്പോ പുറംകാലം കൊണ്ട് തുറക്കിയ മുഖത്ത് കാലി തുപ്പുകയാ. കർത്താവേ, എങ്ങനെയാ സഹിക്കും? ഒന്ന് വിളിച്ചൂടെ നിനക്ക്? നീ എവിടെ പോയി കിടക്ക? ഒരു സാധനം വെച്ചാൽ കൊടുത്ത് കാണില്ല. എത്ര വട്ടം പറഞ്ഞോ? എനിക്ക് അർജന്റുള്ളതുകൊണ്ട് നിന്നോട് ചോദിച്ചത്. അതുകൊണ്ടാണ് വച്ചെടുത്ത് വെക്കാൻ പറഞ്ഞത്. പുറത്തേക്ക് പോയ കാര്യം പറഞ്ഞു വേണ്ടത് തുറത്ത് വെക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മളിവിടെ വന്നപ്പോ തുടങ്ങിയ വഴക്ക് ഇനി ഇങ്ങനെ പോയാ എവിടെ ചെന്ന് അവസാനിക്കും? ഇന്നും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോവാലോ. എന്തോ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. വിരുന്നുകാരനെ ഓടിക്കാൻ ഭാര്യയും ഭർത്താവും കൂടി വഴക്കുകൂടിയ കഥ. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന കാരണന്മാര് പറഞ്ഞിരിക്കുന്നത്. നീ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ജീവിതാന്ത്യം വരെ താങ്ങും തണലുമായി ഞാനും ഉണ്ടാകുമ്പടി നിന്റെ കൂടെ. വാ, നമുക്ക് പോകാം. ജോസുട്ടിയുടെ വീട്ടിലേക്ക് പോകാം. ഇനി അവിടെ എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത് നോക്കാം. മക്കളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇവരെ കൂടെ കളിക്കരുതെന്ന്. അകത്ത് പോ.
എന്താ എന്താ മോളെ കാര്യം? കാര്യം എന്താണെന്ന് ഇനി ഞാൻ തന്നെ തമ്മയോട് പറയണോ? ചുമയും കുറയും, ഇല്ലാത്തതൊന്നുമില്ല. എന്റെ കുട്ടികൾക്ക് പകരും ഡയറക്റ്റ് ഫെലോസ്. മോളെ, അപ്പനെ മാറാരോഗമൊന്നുമല്ല, സാധാരണ ചുമയാ. അത് മാറിക്കോളും. മാറിക്കോളും കുഴിയിലേക്ക് എടുക്കുമ്പോ. ആ അപ്പനമ്മയും വിളിക്കുകയാണ്. എൻ്റെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവര് കാണാതെ വേഗം അകത്തെങ്ങാനും പോയിരിക്കും. എന്താടാ, അവര് ഞങ്ങളെ കണ്ടാല് കുറച്ചു നാളെ നിനക്ക്? ഓ, ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. അവർ വലിയ ആൾക്കാരാ. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. എന്താടാ, അവര് മനുഷ്യന്മാരല്ലേ? വാ തുറന്നാൽ മണ്ടത്തരമേ പറയൂ. കേറിപ്പോ അപ്പാക്ക്. ആരടാ കേറിപ്പോയത്? നിന്റെ അപ്പനും അമ്മയുമാണ്? ഏയ്, എന്റെ അപ്പനും അമ്മയൊന്നല്ല. ഇവിടുത്തെ സെർവന്റിന്റെ അപ്പനും അമ്മയാണ്. എന്റെ പേര് അങ്ങ് അമേരിക്കയിലല്ലേ. സ്വന്തം അപ്പനെയും അമ്മയെയും ജീവനോടെ അടക്കാൻ കൊതികൊണ്ട് നിൽക്കുന്ന മക്കളെ ഇവിടെയൊക്കെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ ഞങ്ങൾക്ക് കിട്ടിയ പ്രതിഫലമാണല്ലോടാ നീ ഇപ്പോൾ നൽകിയത്. ഇവരുടെ കണ്ണിലേക്ക് നോക്കണം. കണ്ണിൽ നിന്നും ഈ ഒഴുകുന്നത് കണ്ണുനീരല്ല, ചോരയാ ചോര. 10 മാസം നിന്നെ ചുമന്ന് പെറ്റ വയറ്റിലാണല്ലോടാ നീ ചവിട്ടിയത്. ഇനി ഇവിടെ നിന്നാ ഞങ്ങൾക്ക് പ്രാന്ത് പിടിക്കും. വാടി മറിയെ, നമുക്ക് പോകാം പോകാം. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പച്ചനും അമ്മച്ചിയും ചായ കുടിക്കുകയും. ഞങ്ങൾ രാവിലെ മുതൽ പള്ളിമുറ്റത്തിരിക്കുന്നതാ. ഞാൻ പിതാവിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചോ നിങ്ങൾ? എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചാ ഇല്ല മോനെ, ഇല്ല, ഒന്നും കഴിച്ചില്ല. എന്റെ ദൈവമേ, രാവിലെ മുതൽ പട്ടിണിയായിരുന്നു. ആ, നിങ്ങളെല്ലാവരും എത്തിയോ? കയറിവാ. അല്ല, നിങ്ങളെല്ലാവരും അപ്പച്ചനെയും അമ്മച്ചിയെയും മാറി മാറി നോക്കാമെന്ന് പറഞ്ഞ് എല്ലാം സമ്മതിച്ചു പോയതല്ലേ? എന്നിട്ടെന്താ അപ്പച്ചനും അമ്മച്ചിക്കും ഒരു തുള്ളി പച്ചവെള്ളം പോലും കൊടുക്കാതെ ഈ പള്ളിമുറ്റത്ത് പട്ടിയെ പോലെ നിർത്തിയത്? ഞാൻ കഴിഞ്ഞ മാസവും ഈ മാസവും കൃത്യമായി 10 ദിവസം വീതം നോക്കിയതാ. ഇന്ന് എന്റെ ദിവസമല്ല. ഞാനും 10 ദിവസം നോക്കിയതാ. ഇന്ന് എന്റെ ദിവസമല്ല. പിന്നെ ഇന്ന് എന്റെ ദിവസമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? കഴിഞ്ഞ 10 ദിവസം വരെ ഇവ എന്റെ വീട്ടിലായിരുന്നു. ഇന്ന് എന്റെ ദിവസമല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമ്മുടെ അപ്പച്ചനെയും അമ്മച്ചിയെയും നോക്കാൻ 10 ദിവസം വീതം നിങ്ങളെ ഏൽപ്പിച്ചപ്പോൾ ഈ 31-ാം തീയതി ഞാൻ മറന്നുപോയി. കഷ്ടം. തോമാസുട്ടി മോനെ, നീ വിചാരിച്ച ഞങ്ങളെ വല്ല അനാഥാലയത്തിലും ആക്കാൻ കഴിയില്ലേ? എന്റെ ചേട്ടന്മാർക്ക് അറിയുമോ എന്റെ അപ്പച്ചനെയും അമ്മച്ചിയുടെയും കണ്ണീരിന്റെ വില? അതിന് നിങ്ങൾ ഒരിക്കൽ കണക്ക് പറയേണ്ടി വരും. നിങ്ങൾക്കും മക്കളുണ്ടല്ലോ, നിങ്ങൾക്കും പ്രായമാകും. എന്നും ഇങ്ങനെ ഇരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? തോമാസുട്ടി, അവരെ വഴക്ക് പറയുന്ന അവരുടെ മനസ്സ് വിഷമിച്ചിരിക്കുക. അറിയേ, നമുക്ക് പോകാം. അപ്പച്ചനും അമ്മച്ചിയും അനാഥാലയത്തിലൊന്നും പോണ്ട, ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്തിനെ? നിങ്ങൾ ടൂർ പോകുമ്പോൾ അകത്തിട്ട് കൂട്ടാനോ? അതോ വേലക്കാരെ പോലെ പണിയെടുപ്പിക്കാനോ? അതോ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞ് കഴുത്തു പിടിച്ച് ഞെരിക്കാനോ? വേണ്ട മോനെ, വേണ്ട. ഇവരുടെ കൂടെ ഞങ്ങളെ വിടല്ലേ. എന്റെ ചേട്ടന്മാരൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാ. സീനിയർ സിറ്റിസൺ ആക്ട് 2000 പ്രകാരം അതനുസരിച്ച് ഒരു പരാതി കൊടുത്താൽ നിങ്ങൾ കോടതി വരാതെ കയറി ഇറങ്ങേണ്ടി വരും. ശിക്ഷയും കിട്ടും. വേണ്ട മോനെ, വേണ്ട. കേസ് കൊടുത്തു നേടേണ്ടതല്ല ഈ സ്നേഹവും സംരക്ഷണവും. ഇതുപോലുള്ള മാതാപിതാക്കൾ ഉള്ളത് കൊണ്ടാണ്
മക്കൾ കോടതി കയറാത്തത്? ഓരോരുത്തരോടും ദൈവം ചോദിച്ചോളൂ. നമുക്ക് പോകാം തോമസ് കുട്ടി, നമുക്ക് പോകാം. കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം. അത് ഭാവി തലമുറയുടെ പരിശീലന കളരിയാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും പ്രഥമ അധ്യാപകരാണ് മാതാപിതാക്കൾ. അതിനാൽ സ്നേഹത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, സൗഹൃദത്തിന്റെ സന്മാതൃകകൾ ആയിത്തീരാൻ സാധിക്കട്ടെ നമ്മുടെ ഓരോ കുടുംബങ്ങളും. നമ്മുടെ കുടുംബങ്ങളിൽ സർവേശ്വരനെ ഇടമുണ്ടാകട്ടെ.